ഹലോ ഫ്രണ്ട്സ്, രാവിലെ വലിയ കാര്യത്തിൽ ജൂലിനെ കുളിപ്പിച്ച ഡ്രസ്സിന് വേണ്ടി ഉണക്കാൻ കൊണ്ട് കയറ്റിയതാണ്. കേറി നോക്കിയപ്പോഴാണ് കണ്ടത് അവിടെ മഴ പെയ്തിട്ട് ഫുൾ പ്രളയം. എടി ഒരിടത്ത് അടങ്ങി നില്ലടി. എവക്കെന്ത് ഭ്രാന്താ? ദൈവമേ ദാ എന്നെ ഇട്ട് വട്ടം കിടക്കുന്നു. എടി എനിക്ക് തല അറങ്ങുമെന്ന് ഒരിടത്ത് അടങ്ങി നില്ലടി. അയ്യോ, അല്ലെങ്കിൽ ഇവളെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ? ഇവളൊക്കെ തന്തേം തള്ളയും പറഞ്ഞാ മതിയല്ലേ. ഇനി അവൾ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കി എന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നുള്ളത് ഞാൻ അവളെ കൊണ്ട് ഞാൻ താഴെ ഇറങ്ങി. പിന്നെ ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ടൊന്ന് തട്ടിക്കൂട്ടി മബർക്ക സർബത്ത് ഉണ്ടാക്കിയതാണ്. അതും കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഫ്രണ്ടിന്റെ കോള്. വെറുതെ വീട്ടിലിരിക്കല്ലേ, അതുകൊണ്ട് വെറുതെ ഒന്ന് കറങ്ങിട്ട് വരാന്ന്. പിന്നെ വീട്ടില് ചൊറിയും കുത്തി ഇരിക്കല്ലേ, അതുകൊണ്ട് ഞാനും വിചാരിച്ചൊന്ന് പോയിട്ട് വരാന്ന്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ബ്യൂട്ടീഷ്യൻ ചെയ്യാനാണ്. സത്യം പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ല, ഒന്ന് ത്രെഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ആ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്തോന്ന് ചോദിച്ചാൽ അതൊരു 1.5 പരിപാടി തന്നെയായിരുന്നു. കൂടെയുള്ള ഈ ഒരെണ്ണത്തിനൊരു ടോപ്പ് എടുക്കണം. അതിനുവേണ്ടി വെഞ്ഞാറോടുള്ള സകലമാന കടകളിലും കയറി ഇറങ്ങി. അങ്ങനെ അതൊക്കെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചെടുത്തോണ്ട് നമ്മൾ നേരെ വെഞ്ഞാറോട് സ്റ്റുഡിയോയിലോട്ട് വിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ഇവിടെ 1-2 ഡ്രസ്സ് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. ഡ്രസ്സ് വാങ്ങണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അരിച്ച് പറക്കിയെടുത്തങ്ങ് ട്രയൽ റൂമിൽ കയറി. ആദ്യം എടുത്തിട്ട് നോക്കിയത് ഈ ഒരു ഡ്രസ്സാണ്. ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ആ ഒരു ഉടുപ്പിന്റെ തന്നെ വേറെ ഉടുപ്പ്, ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ നോക്കിയത് ഈ ഒരു ടോപ്പാണ്. ഇതും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഇട്ട് നോക്കിയാൽ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ഒന്ന് നോക്കിയില്ല, അതങ്ങ് എടുത്ത്. പിന്നെ അതൊക്കെ എടുത്ത് നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാന്ന് വിചാരിച്ച്. പിന്നെ ഇത് ചായ സ്ട്രോ ആയിട്ട് കുടിക്കണം എന്ന് ആരും വിചാരിക്കരുത്, ഇത് ലൈമാണ്. അപ്പൊ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.